തമ്പുരാക്കന്മാരെ കേറി വന്നാൽ തലയടിച്ച് പൊട്ടിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നോം ഇങ്ങനൊരു സാഹസത്തിന് മുതിരുന്നത്. വിൻസി ആദ്യം തന്നെ സിനിമാ മേഖലയിലെ പലരുടെയും പ്രതികരണങ്ങളിൽ വിൻസിക്കുള്ള അഭിനന്ദനങ്ങളാണ്. ധൈര്യപൂർവ്വം എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളും അത് വിശ്വസിക്കുകയാണ്. സംഘടനകളും എല്ലാവരും വിൻസിക്ക് ഒപ്പമുണ്ടാകും. വിൻസിയുടെ മുന്നോട്ടുള്ള കരിയറിൽ ഈ പ്രശ്നങ്ങൾ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനുള്ള ധൈര്യപൂർവ്വം എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളും അത് വിശ്വസിക്കുകയാണ്. സംഘടനകളും എല്ലാവരും വിൻസിക്ക് ഒപ്പമുണ്ടാകും. വിൻസിയുടെ മുന്നോട്ടുള്ള കരിയറിൽ ഈ പ്രശ്നങ്ങൾ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനുള്ള നോക്കാനുള്ള ഉത്തരവാദിത്വം സിനിമാ സംഘടനകൾക്കുണ്ട് എന്നവർ ഞങ്ങളോട് വാക്കാൽ എന്തായാലും ഉറപ്പ് നൽകുന്ന അതിൽ പ്രതീക്ഷിക്കുകയാണ്. വിൻസിക്ക് ഇപ്പോൾ എന്താണ് പറയാൻ തോന്നുന്നത്? ഈ പേര് പുറത്തു വന്നെന്ന് പറയണേ, എങ്ങനെയാണ് പുറത്തു വന്നതെന്നൊന്ന് വ്യക്തമാക്കാമോ? ഫിലിം ചേംബറിൽ നിന്നാണ് നമുക്ക് ആ വിവരം കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫിലിം ചേംബർ. ഞാൻ പറയാണ്, ഇവരാണ് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ പേരോ ഈ സിനിമയുടെ പേരോ പുറത്ത് പറയില്ല എന്ന് വ്യക്തമായ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു ടീമാണ് ഈ ഫിലിം ചേംബറിലെ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന. അത്രയും ഒരു 100 വട്ടം ഈ എന്നോട് സംസാരിക്കുന്ന ഓരോ സംഘടനകളുടെ അടുത്തും ഓരോ വ്യക്തികളുടെ അടുത്തും ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തിയുടെ പേര്, ഇദ്ദേഹത്തിന്റെ പേരോ ഈ സിനിമയുടെ പേരോ ഒരു കാരണവശാലും മാധ്യമത്തിനോ പൊതുസമൂഹത്തിനോ മുന്നിൽ പരാമർശിക്കരുത്. എന്നിട്ടും ഞാൻ പറയാൻ പോണ കാര്യം മറ്റാരും അറിയരുത്, രഹസ്യമാണ്. എങ്കിൽ ഇവനെ പറഞ്ഞോട്. ഇവൻ അറിഞ്ഞ അമേരിക്കയിലെ ട്രംപ് വരെ അറിഞ്ഞെന്നാണ്. അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധം? ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ ഞാൻ പരാതി സമർപ്പിച്ചത്. എന്താ എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചത്. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. വീട്ടിൽ പോയിക്കോ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.